എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ മൺഡേ മെയിൽ ടൈം നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ്. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. റീസൺ എന്താണെന്നുള്ളത് ലാസ്റ്റ് നമ്മൾ പറയാം. മൺഡേ മെയിൽ ടൈം മാക്സിമം 10 മിനിറ്റ്സിൽ ഒതുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ മൺഡേ മെയിൽ ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മെയിൽ നമ്മൾ വായിക്കാൻ പോവാണ്. ഓർഡറിലാണ് വായിക്കണേ. കുറെ പേരൊക്കെ കമന്റ് അടിക്കുന്നുണ്ട്, അയ്യോ ഞങ്ങളുടെ വായിച്ചില്ല എന്നൊക്കെ. സീരിയസ്ലി നമ്മൾ ഓർഡറിലാണ് വായിക്കുന്ന. ഒത്തിരി കമന്റ്സ് മെയില് വന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ മെയില് വായിക്കാൻ പോകുന്നത് ഹർഷ ദിനേശ്. അയ്യോ കേട്ട് പരിചയമുണ്ടല്ലേ. ഹലോ അജയ് ചേട്ടാ, ആൻഡി ചേച്ചി, നമസ്കാരം. ഈ മെയിൽ നിങ്ങൾ വായിക്കുമെന്ന് പോലും എനിക്ക് അറിയില്ല. വായിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും വായിക്കുന്നു പ്രതീക്ഷിക്കാണ് കേട്ടോ. ഞാനാ ഹർഷ. മനസ്സിലായി വിശ്വസിക്കുന്നു. മനസ്സിലായി ഹർഷ, നമ്മളുടെ കൊടുങ്ങല്ലൂർ. ഓക്കെ, നമ്മുടെ സ്വന്തം നാട്ടുകാരി ഹർഷ. ഹായ് ഹർഷ, മുത്ത് ചക്കര സ്വന്തം ആള്. ഓക്കെ, പറഞ്ഞു. ഏതെങ്കിലും ചാലക്കുടിക്കാരൊക്കെ മെസ്സേജ് കിട്ടും. ഞാൻ സ്വതവേ യൂട്യൂബ് നന്നായി യൂസ് ചെയ്യുന്ന ഒരാളാണ്. കുറെ യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീഡിയോ മാക് വീഡിയോ എന്റെ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ വന്ന് കാണുന്നത്. ബട്ട് സത്യം ആയും കുറെ നാൾ ഞാൻ അത് മൈൻഡ് ആക്കിയില്ല. അതെന്താണ് ഹർഷ നിങ്ങൾ ഇങ്ങനെ സ്നേഹമില്ലാത്ത പോലെ നമ്മളെ കണ്ടന്റ് നിങ്ങൾ മൈൻഡ് ആക്കിയില്ല? ഭയങ്കര മോശമാണ് ഹർഷ, മോശമാണ്. ബാക്കി പറ. പിന്നെ ഒരിക്കൽ കണ്ടപ്പോ വെറുതെ ഒന്ന് നോക്കിയതാണ്. അപ്പോഴേ ഞാൻ ഫ്ലാറ്റ് ആയി. പിന്നെ പറയണ്ടല്ലോ, ഓരോന്ന് കണ്ടു തുടങ്ങി. സത്യം പറഞ്ഞാൽ അജയ് ചേട്ടനേക്കാളും ഞാൻ യുവചേച്ചിയുടെ ഫാനായിട്ടോ. ഫാനാണ് കേട്ടോ. ഷീ സിംപ്ലി ഓസം. ഷീ സിംപ്ലി ഓസം. ആ പൊട്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളെ പിടക്കങ്ങളെല്ലാം കാണാൻ എന്തിനെ സമ്മതിക്കില്ല. പിന്നെയാണ് നമ്മൾ നാട്ടുകാരാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെയും ഹർഷ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വായിക്കാനുള്ള ബാക്കി മെയിലുകൾ നമുക്ക് വായിക്കാൻ പറ്റില്ല. അത് കാരണം ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ പക്ഷെ മുഴുവൻ മെയിലും നമ്മൾ വായിച്ചു നോക്കും കേട്ടോ എന്തായാലും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഹർഷ, ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ലോട്ട്സ് ഓഫ് ലവ് ഫ്രം കൊടുങ്ങല്ലൂർക്കാരൻ. അടുത്ത ഇമെയിൽ വന്നിട്ടുള്ളത് യൂറോപ്പിൽ നിന്ന് വന്നൊരു ഇമെയിൽ. ഒറ്റ പൊന്നോ. ഓക്കെ, ഷിബിൽ മുഹമ്മദ് ആണ് മെയിൽ അയച്ചിട്ടുള്ളത്. ഹായ് ഷിബിൽ ബ്രോ. ഹലോ ചേട്ടാ ചേച്ചി, ഒരുപാട് സ്നേഹത്തോടെ ഒരു അനിയൻ ഫ്രം യൂറോപ്പ്. താങ്ക് യു. യൂറോപ്പിൽ എവിടെയാണാവോ? ഇന്നലെയാണ് ഞാൻ നിങ്ങളുടെ ചാനൽ കണ്ടത്. അപ്പോൾ തുടങ്ങി വീഡിയോ കാണലാണ്. കണ്ടിട്ടും മതി വരുന്നില്ല. താങ്ക് യു. നമ്മള് ഭയങ്കര ഓവർ വെൽംഡ് അല്ലേ ആ സംഭവമായിട്ടോ. ഓക്കെ, സച്ച് എ ലവ്ലി ഫാമിലി ക്യൂട്ട് കപ്പിൾ കമന്റ് ഇട്ട് ഞാൻ മരിച്ചു. അപ്പോഴൊരു ഒരു മെയിൽ അയക്കാമെന്ന് കരുതിയത്. എനിക്കുമുണ്ട് ഒരു ചാനൽ. പുള്ളിയുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് നമ്മൾ താഴെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. കണ്ടു നോക്ക്. ഒരു കമന്റ് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഒരുപാട് പറയാനുണ്ട്. എന്നാൽ തൽക്കാലത്തേക്ക് ബൈ. വിത്ത് ലവ്. താങ്ക് യു സോ മച്ച് ഷിബിൽ ബ്രോ. ഒരുപാട് സന്തോഷം കേട്ടോ. നിഷാസ് ട്രഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിരിക്കുന്നത്. ഹായ് അജയ്. നിഷാസ് ട്രഷർ എനിക്ക് തോന്നുന്ന ഒരു ചാനലിന്റെ പേരാട്ടോ. ഞാൻ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ആണ്. നിങ്ങളുടെ ഓരോ വീഡിയോസ് നല്ല പോസിറ്റിവിറ്റി ഉള്ളതാണ്. ഐ തിങ്ക് നിങ്ങളുടെ തൃശ്ശൂർ സ്ലാങ് മൈ ഫേവറേറ്റ് സ്ലാങ് ആണ്. ഞാൻ ഇത് പറഞ്ഞപ്പോഴോ ഒരൊറ്റൊരു കാര്യം ഈ പോയിന്റ് വെച്ചിട്ട്, തൃശ്ശൂർ സ്ലാങ് എന്ന് പറഞ്ഞില്ലേ, പണ്ട് ഞാൻ ആങ്കർ ചെയ്യാൻ വേണ്ടി ചില ചാനലിന്റെ ഇന്റർവ്യൂവിനൊക്കെ പോയായിരുന്നേ. അപ്പൊ അവരെന്നെ റിജക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്താ പറഞ്ഞറിയോ? നിങ്ങളുടെ വർത്താനത്തില് തൃശ്ശൂർ സ്ലാങ് വരുന്നു, അത് കാരണമാണ് നിങ്ങളെ ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ എടുക്കാത്തത്. കാരണം ഇത് ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലായിരിക്കും നമ്മുടെ ചാനൽ. അപ്പൊ ഒരിക്കലും തൃശ്ശൂർ സ്ലാങ് വെച്ചിട്ട് ഒരു ആങ്കർ നമുക്ക് പറ്റില്ല. നിങ്ങളുടെ സ്ലാങ് മാറ്റാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞു. ബാക്കി പറഞ്ഞു. മൈ ഫേവറേറ്റ് സ്ലാങ് ആണ്. പിന്നെ യു ബോത്ത് കട്ടക്ക് നിൽക്കുവല്ലേ, റിയലി അമേസിംഗ്. താങ്ക് യു. വി ഗോയിങ് ആൻഡ് വെയിറ്റിംഗ് ഫോർ മച്ച് എക്സൈറ്റഡ് വീഡിയോ. തീർച്ചയായിട്ടും. പിന്നെ ഓണത്തിനേക്ക് പുട്ടുകച്ചവടം വിചാരിക്കരുത്. ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടു തുടങ്ങിയത് എന്റെ മോൾ ഉണ്ടായ ശേഷമാണ്. ബേബീസ് ഫുഡ് റെസിപ്പീസ്, ബേബി കെയർ അങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങിയതാണ്. സോ പ്ലീസ് എന്റെ ചാനൽ നിങ്ങൾക്ക് ടൈം ഉള്ളതുപോലെ കാണാമോ? തീർച്ചയായിട്ടും. ഓക്കെ ആണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോസ് മെൻഷൻ ചെയ്യാം. പറഞ്ഞിരിക്കും, പറഞ്ഞു കഴിഞ്ഞു. അതെ, നിഷാസ് ട്രഷേഴ്സും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അടുത്തത് പിന്നെ നിഹാൽ KP. ഹലോ, ഞാൻ ആദ്യം തന്നെ ചോദ്യത്തിലോട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ പ്രവാസ ജീവിതം തുടങ്ങിയത്? അല്ല, ആദ്യം ഞാൻ ഇവിടെ വന്നു, എന്നിട്ട് 2 വർഷം തണ്ടി തിരിഞ്ഞെടുത്തു. അത് എന്റെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പൊ ഒരുമിച്ച് തണ്ടി തിരിയണം. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? നാട്ടിലെ ഫുഡ്. അതായത് നാട്ടിലെ ഫുഡ് ഞാൻ മിസ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഉണ്ടാക്കി തരുന്നുണ്ട്.
മമ്മി ഉണ്ടാക്കി തരുന്ന ഫുഡ് അല്ലേ? അമ്മ ഉണ്ടാക്കി തരുന്ന ഞണ്ടുകറി, പിന്നെ മമ്മി ഉണ്ടാക്കി തരുന്ന എല്ലാ ഫുഡും. പ്രവാസമൊക്കെ അവസാനിച്ചിട്ട് അമ്മയുടെ അച്ഛന്റെയും ബന്ധുക്കളുടെയും കൂടെ നാട്ടിൽ സെറ്റിൽ ആവാൻ വല്ല പ്ലാനും ഉണ്ടോ? പ്ലാൻ എല്ലാ ദിവസവും ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ഒട്ടുമിക്ക പ്രവാസികളുടെയും ഒരു സ്വപ്നം. എന്നാ റിയാലിറ്റി ആവാന്ന് അറിയില്ല. റിയാലിറ്റി ആവുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചാനലിൽ കൂടെ നിങ്ങളോട് പറയുന്നതായിരിക്കും. ലവ് ഫ്രം ജോർജിയ. നമ്മളൊരു ദിവസം അങ്ങോട്ട് വരും കേട്ടോ. തീർച്ചയായിട്ടും ഇവിടുന്ന് ചീപ്പ് ഫ്ലൈറ്റ്സ്, ചീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ചീപ്പ് ഫ്ലൈറ്റുകൾ അങ്ങോട്ട് അവൈലബിൾ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വരും കേട്ടോ. അപ്പൊ നമുക്കൊരു അക്കോമഡേഷൻ റെഡിയാക്കി തരണേ. പറഞ്ഞോ. എന്ന് വെച്ചാൽ ആൽഫ R24, ആൽഫ R24 വയസ്സായിരിക്കും. ബാക്കി വായിച്ചോ. Hi Arjun and Diva Chechi. Hello, how are you people doing? നല്ല ഇംഗ്ലീഷ് ആണല്ലോ. നിന്റെ ജോർജിയക്കല്ല വിടേണ്ടത്. പറ. How you people doing? സന്തോഷായിട്ടിരിക്കുന്നു. Good. Videos എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. You people are super couples. Thank you ട്ടോ. Keep going. Thank you. Dear, my sister started a new venture. 1995. Please do show some love and support. And do mention in your channel. തീർച്ചയായിട്ടും മെൻഷൻ ചെയ്തിരിക്കുന്നു. 1995 by Rakhi is an Indo-Western clothing and styling brand that works with organic fabrics to create unique and comfortable ഡിസൈൻസ് ഒക്കെ ഇതിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റയിലത്തെ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ലേഡീസിന് പറ്റിയ ഓഫീസ് വെയർ, നല്ല ഡ്രസ് മെറ്റീരിയൽസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ട തലയില്ലാത്തൊരു ബൊമ്മയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോകണം, കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി വാങ്ങിക്കണം. അവർക്കും ഒരു സന്തോഷമാവില്ലേ നമ്മൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ, മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ കണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10% നിങ്ങൾ കുറവ് കൊടുത്ത് അത്രയും സന്തോഷമായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. അവർക്ക് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് നാട്ടിലെത്തുമ്പോഴല്ലേ പോവാൻ ഓക്കെ. ഉടുക്കത്തെ പേര് കാലിത്തലയോ? ഓക്കെ, കാലിത്താഹയാണ് മെയില് അയച്ചിരിക്കുന്നത് കേട്ടോ. വായിച്ചോക്കട്ടെ. ചേട്ടായി വീഡിയോസ് ഒരു രക്ഷയുമില്ല. സിമ്പിൾ ആണ്. താങ്ക് യു. നിങ്ങളെ ഫാമിലിയിലോട്ട് ഇറങ്ങി വന്ന് കാണുന്നത് പോലെയുണ്ട്. ഞാൻ കാസർഗോഡുകാരനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ കാസർഗോഡ്. ഞാൻ വന്നിട്ടുണ്ട്. ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. പൊളി മച്ചാനെ പൊളി. ഓക്കെ, ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ. ഓക്കെ, കണ്ണൂര് പഠിക്കണം. അപ്പൊ ഭക്ഷണത്തിന് ഒരു പഞ്ഞുണ്ടാവില്ലല്ലോ. ഒരു ചെറിയ ഫ്ലൂട്ട് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഓക്കെ, കലാകാരനാണ്. ചെറിയ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം. സമയം കിട്ടുമ്പോൾ വീഡിയോസ് കണ്ട അഭിപ്രായം പറയുക. പറ്റാണെങ്കിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. 1 million സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻസ്റ്റാഗ്രാം ഐഡിയും തന്നിട്ടുണ്ട്. പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. സബ്സ്ക്രിപ്ഷൻ ബോക്സ് വരാൻ കാരണം നീ മേക്കപ്പിന്റെ വീഡിയോ കണ്ട് സബ്സ്ക്രിപ്ഷൻ ബോക്സ് എന്നുള്ള സംഭവം തലയിൽ കയറിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ മറന്നിട്ട് സബ്സ്ക്രിപ്ഷൻ ബോക്സ് മാത്രമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ എന്റെ സബ്സ്ക്രൈബേഴ്സ് ക്ഷമിക്കൂ. അതെന്താ അറിയോ, നമ്മുടെ മലയാളി ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇടയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യാറുണ്ട്. അത് ഞാൻ കാണാറുണ്ട്, ചേട്ടൻ കേൾക്കാറുണ്ട്. അവള് കാണും, ഞാൻ കേൾക്കും. ഓക്കെ, കാലിത്താഹ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. ചെറിയൊരു സ്നേഹവും സപ്പോർട്ടും പുള്ളിക്കും കൊടുക്കുക. സന്തോഷമാവട്ടെ. എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് അല്ലേ, അടിപൊളിയാവട്ടെ. ഗൈസ്, അടുത്ത മെയിലിൽ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ ബിരിയാണി. നമ്മൾ ഉണ്ടാക്കിയ അതേ ബിരിയാണി തോന്നുന്നു. ഇത് ആരാ അയച്ചിരിക്കുന്നത്? കിച്ചൂസ് ആണ്. നമുക്ക് എപ്പോഴും കമന്റ്സ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ടാക്കി നോക്കിട്ടോ, പൊളിയായിരുന്നു. എല്ലാരും നല്ല അഭിപ്രായം. ഒറ്റയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചേ. നിങ്ങളുടെ അങ്ങനത്തെ ഫുഡ് വ്ലോഗ്സ് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. റെസിപ്പി കണ്ടുവച്ചിട്ടുണ്ട്. നമ്മള് കുറച്ച് എന്താ പറയാ, ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ബിസി ആയതുകൊണ്ടാ ചെയ്യാൻ പറ്റാ. ഞാൻ അടുത്ത ആഴ്ചയും ബിസിയാണ്. പിന്നത്തെ ആഴ്ച ആകുമ്പോഴേക്കും നമ്മള് ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാം കേട്ടോ. അത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഡിഷ്. പേര് ഇപ്പൊ പറയാനുള്ള ആ ടൈമിൽ കണ്ടുവെക്കാം. പോലെ തന്നെ പുതിയ പുതിയ വെറൈറ്റി സെഗ്മെന്റ്സുമായിട്ട് നിങ്ങൾ വരാട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ കട്ട സപ്പോർട്ടാണ്. ഞങ്ങൾ കട്ട സപ്പോർട്ടാണ്. ലവ് യു ബോത്ത്. ലവ് യു. ഒരുപാട് സന്തോഷം. ഓക്കെ, പിന്നെ ലിൻഡ റാഫി അടിപൊളി വ്ളോഗ്സ് ആണ് നിങ്ങൾ എന്നും സമ്മാനിക്കുന്നത്. നാച്ചുറൽ ഫീലുള്ള വ്ളോഗ്സ് ഇനിയും ഇഷ്ടമാണ് കാണാൻ. കീപ് ഗോയിങ്. വ്ളോഗ്സ് റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട് ഞാൻ. അയ്യോടാ, സന്തോഷായിട്ടോ. നമ്മൾ കൂടുതൽ നല്ല വ്ളോഗ്സ് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് സ്നേഹം. ലിൻഡ റിപ്പീറ്റ് അടിച്ച് കാണുന്നതിന് പ്രത്യേക സ്നേഹം. അതെ. നീ ഹന്നൂനല്ലേ നമ്മുടെ
നമ്മുടെ മാത്യു ചേട്ടന്റെ മോള് ഹന്നു. ഹന്നു മാത്യു. ഹായ് അജയ് ചേട്ടാ, ആന്റി ചേച്ചി. ഹലോ, ഞാൻ നിങ്ങളുടെ വീഡിയോസിൽ ഒരു വലിയ ഫാനാണ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതെ, നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ അടുത്ത കാര്യം ഓർമ്മ വന്നു. നമ്മൾ മലയാള മനോരമയിൽ ഉണ്ടായിരുന്ന മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇത് അയച്ചായിരുന്നു, നമ്മുടെ എൻട്രി അയച്ചായിരുന്നു. അവർ നമ്മളെ വിളിച്ചായിരുന്നു ഓഡീഷന് വരാൻ മാത്രമായിട്ട് കേട്ടോ. പക്ഷെ ഓഡീഷനൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഇവിടെ ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി മെയ്ഡ് ഫോർ ഈച്ച് അതറിൽ വന്നേനെ. തൊപ്പിട്ടേ. അതെ, എന്നാലും വിളിച്ചതായിരുന്നു. മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിൾ എന്ന് പറഞ്ഞ ഇതാണ്. ഭയങ്കര റിയലിസ്റ്റിക് ആണ് നിങ്ങളുടെ വീഡിയോസ്. അത് അതിനെ എഡിറ്റ് ചെയ്ത് എല്ലാം ചളുകൊടുത്തിടുന്നോണ്ടാട്ടോ. അതാണ് നിങ്ങളുടെ ഹൈലൈറ്റും. അതേ ഇടാനുള്ളൂ. മാക് ലിപ്സ്റ്റിക് എപ്പിസോഡാണ് എന്റെ ഫസ്റ്റ് എപ്പിസോഡ്. അത് കഴിഞ്ഞ് നിങ്ങളെ എല്ലാ വീഡിയോയും കണ്ടു. കൺഗ്രാറ്റ്സ് ഓൺ യുവർ ന്യൂ ഹോം ചേട്ടൻ ആൻഡ് ചേച്ചി. ഗോഡ് ബ്ലെസ് യു ബോത്ത്. താങ്ക് യു. ഹോം ഭയങ്കര ഒരു സംഭവം കേട്ടോ. ഭയങ്കര ഒരു നമ്മള് ഇവിടെ യുഎയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്വന്തം ഒരു ഫ്ലാറ്റ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് മാറുന്നത്. അത് കാരണം ഇത്ര കാര്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തത്. എന്തൊരു സന്തോഷം എന്നറിയാം അല്ലേ? ഓവർ എക്സൈറ്റഡാ? ഞാൻ എക്സൈറ്റഡാ. അടുത്ത മെയിൽ വായിക്കും. ഇനി സഫീദ നസ്റിന്റെ അക്ഷരത്തെറ്റുണ്ടാവുള്ളൂ, ക്ഷമിക്കണം സഫീദ. അജയ് ചേട്ടൻ ദിവ ചേച്ചി, ഐ ആം സഫീദ, കാലിക്കട്ടാണ് പ്ലേസ്. കോഴിക്കോട്. സുഖാണോ രണ്ടാൾക്കും? രണ്ടാളെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാഷാ അല്ലാ, നല്ല ക്യൂട്ട് കപ്പിൾസ്. മാഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഓക്കെ, എന്താ ഇപ്പൊ കാണിച്ചേ? നന്ദിന്ന് കാണിച്ചായിരുന്നു. എന്നും ഇങ്ങനെ ആയിരിക്കട്ടെ. നിങ്ങളുടെ കളികളൊക്കെ കാണുമ്പോൾ ഞാനും ഹസ്ബൻഡും ഒരുമിച്ചുള്ള ടൈം പോലെ തോന്നും. ചേടാ, ഹസി ഇപ്പോൾ അബുദാബിയിലാണ്. ഓക്കെ, എനിക്ക് 2 മക്കളുണ്ട്. അമ്പുട, മോന് 5 വയസ്സും മോൾക്ക് 5 മന്ത്സും. അജയ് ചേട്ടൻ അമ്മയോട് ഒരു ഹായ് പറയണം. തീർച്ചയായിട്ടും പറയാം. സർപ്രൈസ് വീഡിയോയിൽ അമ്മയെ ഞാൻ കുറെ ടൈം കണ്ടു. പിന്നെ ഇവ ചേച്ചി സോ ലവ്ലി. വെറുതെ എന്തിനിങ്ങനെ നോളൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് സഫീദ ഒരുപാട് അയച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സഫീദ മെയിൽ നമ്മൾ കംപ്ലീറ്റ് വായിച്ചു നോക്കുന്നതായിരിക്കും. സമയക്കുറവുകൊണ്ട് ഫുൾ മെയിൽ വായിക്കാനുള്ള ഈ സ്നേഹത്തിനുണ്ടല്ലോ ആ സംഭവം. അടുത്ത മെയിൽ വന്നിരിക്കുന്നു വെച്ചാൽ അൻസറിന്റെ ആണ്. സെൽഫീസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൽ നിന്നാണ് തോന്നുന്നു കേട്ടോ. അതോ കമ്പനി മെയിൽ ഐ ഡി ആണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അതിൽ നിന്നാണ്. അൻസാർ ആണ് അയച്ചത്. അൻസാർ അല്ലടി, അൻസാർ. അൻസാർ എന്റെ +2 ഫ്രണ്ടിന്റെ പേരാ അൻസാർ. അവൻ തുണിക്കച്ചവടക്കാരനാണ്, ഭയങ്കര ബിസിനസ്മാനാണ്. ഹലോ അജയ് ബ്രോ ആൻഡ് ഡിവാസിസ്. ഹലോ, നിങ്ങളുടെ വ്ളോഗ് ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ബിക്കോസ് നിങ്ങളുടെ പ്യുവർ ലൈഫ് തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത്. സോ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കും സന്തോഷമുണ്ട്. എന്നും നല്ലത് വരട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു ടു. ഒരുപാട് നന്മകൾ, ഒരുപാട് സന്തോഷം. ഇതെന്താ പ്രചാരണത്തിന് നിൽക്കുന്നവരെ? അതിപ്പോ ഇലക്ഷൻ ഒക്കെ അല്ല, അങ്ങനെ ഇരുന്നോട്ടെ. PSYFI നമ്മുടെ വീഡിയോസിനൊക്കെ പുള്ളി സ്മൈലീസ് ആയിരിക്കും. ഒരു 3 സ്മൈലി ഉണ്ടാവും എപ്പോഴും. ഇങ്ങനത്തെ ചെകുത്താന്റെ തലയുള്ളത് നല്ല അതന്നെ വെച്ചിട്ടാണ് ഇപ്രാവശ്യം മെയിൽ വെച്ചിരിക്കുന്നത്. ചെകുത്താന്റെ ഒരു തല വെച്ചിട്ട് ലവിന് പകരം ചെകുത്താന്റെ തല ഇവ. കറക്റ്റ്, ചെകുത്താന്റെ തല ഇവ. ഓക്കെ, എന്റെ പേര് PSYFI. നിങ്ങളുടെ ഫുൾ വീഡിയോസും ഞാൻ കാണാറുണ്ട്. നിങ്ങൾ ഫുൾ പൊളിയാണ്. താങ്ക് യു. തല്ലിപ്പൊളി അല്ലല്ലോ. ഞാനും ദുബായിലാണ്. അജയ് ചേട്ടനെയും ചേച്ചിയും ഒക്കെ കാണണമെന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാട്ടോ ഒരു ദിവസം. ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്, എനിക്കറിയാം. നമ്മൾ എന്തായാലും അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് എല്ലാവരും മീറ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും 100%. നിങ്ങൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യുക. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും, നമുക്ക് പൊളിക്കാം. എന്റെ നെയിം മെയിൽ ഐ ഡിയിൽ നോക്കിയാൽ മതി. വീഡിയോയിൽ പറയണമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്റെ ഒറിജിനൽ നെയിം പറയില്ല. ആര് പറയാനാണ്? ഇതാണ് ഒറിജിനൽ നെയിം. താങ്ക് യു. നല്ല പേരാട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉജി, ഇവ ചേച്ചിക്കും അജയ് ചേട്ടനും മെയിൽ അയച്ചിരിക്കുന്നത് അൽമ മറിയം എബ്രഹാം. അജയ് ചേട്ടനും ഇവ ചേച്ചിയും പൊളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ 2 പേരെയും കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഇവ ചേച്ചിയെ കളിയാക്കണം. പാവം ചേച്ചി എത്ര തവണ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അജയ് ചേട്ടൻ പൊളിയാണ്. താങ്ക് യു. ഇവ ചേച്ചി തല്ലിപ്പൊളിയാണ്. വെരി ഗുഡ്. എന്റെ ഒരു സന്തോഷം. അജയ് ചേട്ടൻ ചേച്ചിയെ കെയർ ചെയ്യുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഷോ ആണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലേ? 100% ഉറപ്പുണ്ട്. 2 പേരും ഇങ്ങനെ തന്നെ സ്നേഹിച്ചും തല്ലിപിടിച്ചും ജീവിതാവസാനം വരെ സന്തോഷമായി ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.
അൽമ ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ മെയിൽ ടൈം ഇവിടെ വെച്ച് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കാൻ ഒരുപാട് ലെങ്ത് ആയത് കാരണമാണ്. പിന്നെ ഗൈസ്, കഴിഞ്ഞ മെയിൽ ടൈമിൽ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് ഇതുവരെ പൈസ വന്നു തുടങ്ങിയിട്ടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിന് പിറ്റേ ദിവസം നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആയി. അവര് വെരിഫൈ ആക്കിയ ഒരു കോഡ് അയച്ചിരുന്ന പരിപാടി ഉണ്ട്, അത് നമുക്ക് കിട്ടിയായിരുന്നില്ല എത്ര ദിവസമായിട്ട്. അപ്പൊ അതിന്റെ പ്രോബ്ലം സോൾവ് ആയി, മോണിറ്റൈസ്ഡ് ആക്ച്വലി ആയി. നമുക്ക് ആദ്യത്തെ റവന്യൂം യൂട്യൂബിൽ നിന്ന് കിട്ടി. ആൻഡ് ഇതെന്റെ ഫസ്റ്റ് സാലറിയുമാണ്. അതെ, ഇതുവരെ ജോലിയും ചെയ്തിട്ടില്ല, ഇപ്പൊ ജോലി ചെയ്യുന്നില്ല. നമുക്ക് ഈ പൈസ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ തുടങ്ങി ഏകദേശം 1 വർഷവും 3 മാസവും കഴിഞ്ഞിട്ടാണ് നമുക്ക് ആദ്യത്തെ ഒരു എമൗണ്ട്. വലിയൊരു എമൗണ്ട് ഒന്നും അല്ല, ബട്ട് കാരണം നമുക്ക് വ്യൂസ് ഒക്കെ ആദ്യം കുറവായിരുന്നല്ലോ. ഒരു 3 മാസമായിട്ട് നമുക്ക് വ്യൂസ് ഒക്കെ ശരിക്കും കൂടി തുടങ്ങിയിട്ട്. അപ്പോ ബട്ട് സ്റ്റിൽ നമുക്ക് കിട്ടിയ ഒരു എമൗണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ നിങ്ങൾ പലരായിരിക്കും ഇപ്പമാർക്ക് എന്നാൽ എത്ര രൂപയാണ് കിട്ടിയത് അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ താല്പര്യം, തീർച്ചയായിട്ടും കമന്റ് ബിലോ. നമ്മൾ അടുത്ത വ്ലോഗില് അത് പറയുന്ന, അടുത്ത മെയിൽ ടൈമിൽ നമ്മളത് പറയുന്നതായിരിക്കും കേട്ടോ. ഭയങ്കര സന്തോഷം കേസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ അതും ഭയങ്കര ഹാപ്പിനെസ് ആണ്. എന്തായാലും നല്ല കാര്യം, പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ മെയിൽ ടൈമിനെ കുറിച്ചുള്ള നിങ്ങളുടെ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളെല്ലാം നമ്മളോട് കമന്റ് ചെയ്യുക. ഇനി വായിക്കാൻ പറ്റാത്ത മെയില് കുറെ വായിക്കുന്നതായിരിക്കും. വിഷമം തോന്നരുത് കേട്ടോ, കുറെ പേര് ലാഗ് വരുന്നത്. വിഷമം തോന്നരുത്, നിങ്ങളുടെ മെയിൽ കളഞ്ഞിട്ടല്ല, അല്ലാതെ വായിക്കാണ്ടിരിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയാലോ ടൈം ഇത്രയായി, അത് കാരണം കേട്ടോ. വിഷമം തോന്നരുത്. അടുത്ത മെയിൽ ടൈമിൽ വായിക്കാത്ത ബാക്കിയുള്ള മെയിലുകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. എന്റെ നാട് ചാലക്കുടി, എന്റെ നാട് കൊടുങ്ങല്ലൂർ, മണിച്ചേന്റെ നാടാണ്. കൊടുങ്ങല്ലൂർ എന്റെ നാടാണ്. കൊടുങ്ങല്ലൂർ ഒരുപാട് പേരുടെ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഉണ്ടായിരുന്നു, കമൽ സാറിന്റെ നാടാണ്. ഇപ്പൊ പുതിയ ഡയറക്ടർ ജനൂസിന്റെ നാടാണ്, ആർട്ടിസ്റ്റ് ഡാവിൻചി സുരേഷിന്റെ നാടാണ്. അങ്ങനെ പിന്നെ കൊടുങ്ങല്ലൂർ താലപ്പൊലിയുടെ നാടാണ്, ഭരണിയുടെ നാടാണ്, തോമസ് ലീ ആദ്യമായി കാലുകുത്തിയ നാടാണ്. ഇന്ത്യത്തെ ആദ്യത്തെ മുസ്ലിം പള്ളി ഉള്ളതും കൊടുങ്ങല്ലൂരാണ്. വെള്ളമില്ലാത്ത നാടാണ്.